പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ നല്ല ശബ്ദത്തിൽ ആമേൻ പറയുന്നത് സ്വർഗത്തിന് വലിയ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുടെ ആമേൻ ഈശോ പ്രത്യേകം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലച്ചൻ്റെ കൂട്ടായ്മയിലും അനുഗ്രഹത്തിലും നമുക്ക് ഈശോ സോഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് കർത്താവിൽ എഴുന്നേറ്റ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നൊരു വചനമാണ്. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വച്ചിരിക്കുന്ന മനുഷ്യരാണെങ്കിൽ എത്രയോ നിർഭാഗ്യവാനാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ സ്വർഗമാകണം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ. നമ്മുടെ സ്വർഗത്തിൻ്റെ പ്രതിഫലമായിരിക്കണം നമ്മുടെ ചിന്ത. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൻ്റെ സമ്പത്ത്, റൂഹ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ തുറന്ന് പിടിക്കുകയോ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയോ, ശരീരം മനസ്സ് ആത്മാവെല്ലാം ഏകാഗ്രമാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ആവാസം എല്ലാവരുടെ മേലും വർഷിക്കപ്പെട്ടു. ഉയരത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഗണമേ. ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഗണമേ. നിൻഹിതമറിയാൻ നൽവഴി തേടാൻ ഞങ്ങൾക്ക് വെളിച്ചം നൽകണമേ. നിൻഹിതമറിയാൻ നൽവഴി തേടാൻ ഞങ്ങൾക്ക് വെളിച്ചം നൽകണമേ. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യസഭയിൽ വന്നതുപോലെ തപ്ത മനസ്സത്തിൽ പെയ്തിറങ്ങ. സത്യസഭയിൽ വന്നതുപോലെ തപ്ത മനസ്സത്തിൽ പെയ്തിറങ്ങ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഒരു കൊച്ചു കുഞ്ഞിനോട് സംസാരിക്കുക, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് സംസാരിക്കുന്ന നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അവിടുന്ന് സഹായകനാണല്ലോ, ഞങ്ങളെ സഹായിക്കണം. ഒരുപാട് മണ്ണിൻ്റെ മോഹങ്ങൾ, ഒരുപാട് ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഒരുപാട് ലോകത്തിൻ്റെ താല്പര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഞങ്ങൾക്ക് പലതും വിട്ടുമാറാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് ജ്ഞാനം തരണം. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത, നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത, സ്വർഗത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണം. മണ്ണിന്റെ മോഹങ്ങൾ മാനസം തകർക്കുന്നു, മൺകൂടാരം ആത്മത്തെ ഞെരുക്കുന്നു. മണ്ണിന്റെ മോഹങ്ങൾ മാനസം തകർക്കുന്നു, മൺകൂടാരം ആത്മത്തെ ഞെരുക്കുന്നു. ഭൂമിയിലെ അധ്വാനം വ്യർത്ഥമെന്നോർക്കണം, വിണ്ണിലെ കാര്യങ്ങൾ അഗ്രാഹ്യം. ഭൂമിയിലെ അധ്വാനം വ്യർത്ഥമെന്നോർക്കണം, വിണ്ണിലെ കാര്യങ്ങൾ അഗ്രാഹ്യം. സത്യാത്മാവേ വരിക,
സത്യത്തിൻ വഴി കാട്ടിടുക. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യസഭയിൽ വന്നതുപോലെ ഭാഷാരോഹണങ്ങൾ ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചോളുക. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, ഞങ്ങളെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്നു. ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് ഇപ്പോൾ തൊട്ടത്, ഓരോ ഹൃദയങ്ങളെ ഇപ്പോൾ തൊട്ട് കല്ല് പോലെയുള്ള ഹൃദയത്തെ മാംസളമാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവേ ദൈവമേ, അനുതാപികളുടെ ഹൃദയം, എളിമയുള്ളവരുടെ വിനീതര ഹൃദയങ്ങളെ നവീകരിക്കാൻ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. വഴി പാടിച്ചു വരുന്ന പരിശുദ്ധാത്മാവേ, വചനം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ആരാധന, 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 സ്വയ ആരാധന, സ്വയ ആരാധന, അനേകരെ കർത്താവ് തൊടുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. പരിശുദ്ധാത്മാവേ, അനേകം കുഞ്ഞുങ്ങളെ കർത്താവ് തൊട്ടു. പഠിക്കാനെ കർത്താവ് ഒരുപാട് കൃപ തരും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ള മനുഷ്യന്റെ ജീവിത രീതി എങ്ങനെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വ്യക്തി സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിത്യജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ജീവിത രീതിയിലും ചില വ്യത്യാസങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ചിന്തയുണ്ടോ എന്നറിയാൻ ഈ വചനഭാഗങ്ങൾ നമുക്ക് ഒരു ആത്മശോധനയ്ക്ക് വിഷയീഭവിക്കും. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 19-ാം തിരുവചനം, 1 Corinthians chapter 15:19, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പൗലോസ് പറയാണ്, ഈ ലോകത്തിന്റെ സുഖങ്ങൾ, ഈ ലോകത്തിന്റെ വീട്, ഈ ലോകത്തിന്റെ സമ്പത്ത്, ഇങ്ങനത്തെയുള്ള ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യാശ വെച്ച് രാപകൽ അതിനു വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് അവസാനം നിരാശയ്ക്ക് അടിമപ്പെടുന്ന ഒരു വ്യക്തിയായി തീരാനാണോ ഈ ജീവിതം? സ്ലീഹ ചോദിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടണമെന്നുള്ള ചിന്തയാണോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി സ്വർഗത്തെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ പ്രായം കൂടും തോറും, വർഷം കഴിയും തോറും കയറി വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ശരിക്കും നമ്മുടെ ചിന്ത എങ്ങനെയാണ് വരേണ്ടത്? കൊളോസ്സസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, കൊളോഷ്യൻ ചാപ്റ്റർ 3:2, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതങ്ങളിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ നോട്ടം എപ്പോഴും സ്വർഗത്തിലേക്ക് ആയിരിക്കണം. നമ്മുടെ നോട്ടം
ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ, ഈ ഭൂമിയിലുള്ള വ്യക്തികളിൽ, ഈ ഭൂമിയിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ നോട്ടം ഉടക്കി കിടക്കരുത്. മറിച്ച് ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കണം, ചിന്തിക്കണം എന്ന് സ്ലീഹ ആവശ്യപ്പെടുക. കാരണം ഒരു അപകടമുണ്ട്. ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 11:15. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയുള്ള പൂർവ്വ പിതാക്കന്മാരെ ഓരോരുത്തരെ കുറിച്ച് പറയുകയാണ്. കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽക്കാരെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ്. പൂർവ്വ ജോസഫിനെ അനുസ്മരിക്കുകയാണ്. മോശയെയും ജോഷയും തുടങ്ങിയുള്ള പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിക്കുന്ന ഹെബ്രായ ലേഖനം പറഞ്ഞിരിക്കുകയാണ്. അവരോട് ഓരോരുത്തരെ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. അബ്രാഹത്തോട് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ഈജിപ്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. യാക്കോബിനോട് പുറപ്പെടാൻ വേണ്ടി ദൈവം കൽപ്പന കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ പുറപ്പെട്ടിട്ട് അവർ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ തന്നെ എത്തിച്ചേരുമായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല നമുക്ക് തിരിച്ചെത്തേണ്ട ഒരു സ്ഥലമുണ്ട്, സ്വർഗം. അതുകൊണ്ട് ആ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയുള്ള മനുഷ്യൻ അവിടെ എത്തിച്ചേരും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ ഭൂമിയെക്കുറിച്ച് ചിന്തയുള്ള മനുഷ്യൻ ഇവിടെ ഒടുങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനത്തിൽ അബ്രാഹത്തെ കുറിച്ചൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷ വരണം. സ്വർഗത്തിന് എനിക്കൊരു വാസസ്ഥലമുണ്ട്, അത് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പോയിരിക്കുന്നത്. എൻ്റെ മരണസമയത്ത് ഈശോ എൻ്റെ അടുത്ത് വരും, ഈ വാസസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും, എനിക്ക് സ്വർഗത്തിനൊരു വീടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും എങ്കിലും വരുന്ന ഒരു സ്ഥിതിയിലാണെങ്കിൽ എന്താവും നമ്മുടെ സ്ഥിതി? സ്ലീഹ പറയാണ്, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചവരാണ് എത്രയോ നിർഭാഗ്യകരം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. മോശയെ കുറിച്ച് പറയുന്ന അതേ അധ്യായത്തിൽ മോശയെ കുറിച്ച് നല്ലൊരു വചനം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹെബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുവചനമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 11:26. ഹെബ്രായർ 11:26. തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. മോശയെ കുറിച്ച് പറയാ, തനിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പ്രതിഫലത്തിലാണ് അവന്റെ ദൃഷ്ടി ഉറപ്പിച്ചിരുന്നത്. അവന്റെ ചിന്ത അവിടെയായിരുന്നു, അവന്റെ നോട്ടം അവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മോശയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. സ്വർഗത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്ന, പ്രതിഫലത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്ന മോശയുടെ ജീവിത രീതി ഒരു കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതാണ് ലോകത്തിൻ്റെ ചിന്തയുള്ള മനുഷ്യരുടെയും സ്വർഗത്തിൻ്റെ ചിന്തയുള്ള മനുഷ്യൻ ജീവിത രീതിക്ക് വ്യത്യാസമുണ്ട്. എന്താണ് ഈ വ്യത്യാസം? എൻ്റെ സഹോദരങ്ങളെ, ഒന്നാമത്തെ വ്യത്യാസം ഇതായിരിക്കും. എന്താണെന്നറിയാവോ? ഈ ലോകം വെച്ച് നീട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനം 11:24 രേഖപ്പെടുത്തുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 11:24. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട മോശയെ ഫറവോയുടെ പുത്രൻ ഇറത്ത് വലുതാക്കി രാജകൊട്ടാരത്തെ സകല സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് വളർന്നു വരുമ്പോൾ അവിടെ ജീവിച്ച് അവിടെ തീരാം. പക്ഷെ എന്താണ് ചെയ്യുന്നത്? ഈ ലോകം വെച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങളെ നിഷേധിക്കുകയാണ്. ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. കാരണം എന്താ? ഞാൻ സ്വർഗത്തിന്റെ പുത്രനാണ്, എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്, എനിക്ക് സ്വർഗത്തിലൊരു രാജാവുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെ കുറിച്ച് ചിന്തയുള്ള മനുഷ്യരുടെ പ്രത്യേകത ഈ ലോകം വെച്ച് നീട്ടുന്ന ചില അംഗീകാരങ്ങള്, ആനുകൂല്യങ്ങൾ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉച്ചിഷ്ടം പോലെ തള്ളിക്കളയും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ, അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. പശ്ചാത്തലം ഇതാണ്:
അതായത് അബ്രാഹത്തിൻ്റെ ദേശത്തിൽ ഒരു ആക്രമണം ഉണ്ടായി, ശത്രുക്കൾ വന്ന് ആ ദേശവാസികളെ കുറച്ച് പേരെ പിടിച്ചുകൊണ്ടുപോയി, കൂടുതൽ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയി. അവസാനം അബ്രാഹവും കൂട്ടത്തിലുള്ളവരും കൂടെ ചേർന്ന് അവരെല്ലാം തിരിച്ച് നേടിയെടുത്ത് ലോത്തിനെയൊക്കെ നേടി തിരിച്ചു വരുന്ന സമയത്ത് സോദോം രാജാവ് അബ്രാഹത്തിനെ എതിരേൽക്കാൻ ചെല്ലുന്ന രംഗമാണ് നമുക്ക് വായിക്കാം. അങ്ങനെ എതിരേറ്റുകൊണ്ട് പറയുകയാണ്, സോദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യുദ്ധം ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത്, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തോ. അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിന് ഭൂമിയുടെ സൃഷ്ടാവായ അത്യുന്നതന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നോക്ക്, സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ള അബ്രാഹത്തിന്റെ കാഴ്ചപ്പാട് നോക്ക്. ഈ ലോകം നൽകുന്ന ആനുകൂല്യങ്ങളിൽ എല്ലാത്തിനും നോ പറയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ള, നിത്യജീവനത്തെക്കുറിച്ച് ചിന്തയുള്ള, പ്രതിഫലത്തെക്കുറിച്ച് ചിന്തയുള്ള വ്യക്തിയുടെ രണ്ടാമത്തെ ഒരു ജീവിത രീതി ഇതായിരിക്കും. ലോക സുഖങ്ങളെ മുഴുവൻ തള്ളിക്കളയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആനുകൂല്യങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിന്റെ സുഖങ്ങളെല്ലാം വേണ്ടാതെ വെക്കാൻ വേണ്ടി തുടങ്ങും. അത് മോശയെക്കുറിച്ച് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹെബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 25 തിരുവചനം. ഹീബ്രോസ് ചാപ്റ്റർ 11:25. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ജഡിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള ആ ഒരു അഭിവാഞ്ച, അഭിലാഷം അതങ്ങോട്ട് മാറിയിട്ട് എന്താകുമെന്നറിയോ, കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിൽ വലിയൊരു സന്തോഷം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അത് അടുത്ത കാര്യമാണ്. അപ്പൊ പാപത്തിന്റെ നൈമിഷിക രണ്ടാമത്തെ ലക്ഷണം, പാപത്തിന്റെ സുഖത്തോട് നോ പറയാൻ വേണ്ടി തുടങ്ങും. സ്വർഗത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ. പഴയ നിയമത്തിൽ പൂർവ്വ ജോസഫ് അല്ലേ, പൂർവ്വ ജോസഫിനെ കുറിച്ച് എന്താ കാണുന്നത്? പാപത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. പൊത്തിഫാറിന്റെ ഭാര്യ, വേറെ ആരും കാണാനില്ല. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നത് കൊണ്ട് പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. മൂന്നാമത്തെ ലക്ഷണം, അതാ വായിച്ച വചനം തന്നെയാണ്, കഷ്ടപ്പാടുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങും. ഇപ്പൊ നമ്മൾ വായിച്ച വചനത്തിന്റെ രണ്ടാം ഭാഗമാണ്, ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിന്റെ സുഖമോഹങ്ങള്, ഈ ലോകത്തിന്റെ പാപ സ്വഭാവങ്ങൾ മാത്രമല്ല, ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് അങ്ങോട്ട് തോന്നും. ചിന്തിച്ച് നോക്ക്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി എത്ര ഔന്നത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. സഭയിൽ എത്രയോ മഹാവിശുദ്ധര്, എല്ലാത്തിനും ഫ്രാൻസിസ് സേവർ എത്രയോ ഉച്ചകോടിയെ ജീവിച്ചിരുന്നവര്. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് കഷ്ടപ്പാടുകൾ സഹിക്കുന്നൊരു സന്തോഷം, ശരീരത്തിൽ സഹിക്കുന്നൊരു സന്തോഷം. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ്ലീഹ ഉത്ബോധിപ്പിക്കുക. പൗലോസ്ലീഹയുടെ ജീവിതം അതാണ് അല്ലേ. കുറെ ഇത്ര അടി കൊണ്ട് രാത്രി ജാഗരണത്തിൽ, വിശപ്പില് എത്രയോ തവണ വന്യമൃഗങ്ങളുടെ ആക്രമണം, ശത്രുക്കളുടെ ആക്രമണം, മിത്രങ്ങളുടെ ആക്രമണം, ജാഗരണം, തണുപ്പ്, വിശപ്പ്, നഗ്നത, ഒരു വിഷയമല്ല, കഷ്ടപ്പാടുകളിൽ വലിയൊരു സന്തോഷമാണ്. അതാണ് സഹോദരങ്ങളെ, തെസ്സലോനിക്കക്കാർക്ക് 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 5-ാം തിരുവചനം, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണ് ഇവയെല്ലാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്നത്തെ കാലത്ത് കഷ്ടപ്പെടാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും എളുപ്പ വഴിയ കാര്യങ്ങൾ നടക്കണം, ദുർഘട വഴിയെ പോകാൻ താല്പര്യമില്ല. എൻ്റെ സഹോദരങ്ങളെ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത, നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത, പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത അസ്തമിച്ച് തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണത്. ഒരു കഷ്ടപ്പെടാൻ താല്പര്യമില്ല, ഒന്നിനും കഷ്ടപ്പാടിന് താല്പര്യമില്ല, പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല, കഷ്ടപ്പെടണം താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അങ്ങനെ അങ്ങ് പോകണം. ചിന്തിച്ചു നോക്കണം എൻ്റെ സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ
നാലാമത്തെ ഒരു ലക്ഷണം മോശയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഹെബ്രായ ലേഖനത്തിൽ വീണ്ടും കാണുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാം തിരുവചനമാണ്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇപ്പൊ രാജകൊട്ടാരത്തിൽ ഈജിപ്തിൽ എത്രയോ നിധികള്. പക്ഷേ അങ്ങനെയല്ല. കർത്താവിനെ പ്രതി, ഈശോയെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ വലിയ നിധികളായിട്ട് അങ്ങോട്ട് അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങും. സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഒരു ലക്ഷണമാണത്. എത്രയോ ഉദാഹരണങ്ങൾ ബൈബിളിൽ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 40-41 തിരുവചനങ്ങൾ. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പൊ നോക്കിയേ, ഈജിപ്തിലെ നിധികളെക്കാൾ നിന്ദനം വലിയ അനുഗ്രഹമായിട്ട് മനസ്സിലാക്കിയ മോശ പഴയ നിയമത്തിൽ നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാര് യേശുവിന്റെ നാമത്തിൽ സംസാരിക്കാന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത്, അടി കൊടുത്ത്, നിന്ദനം കൊടുത്ത്, കളിയാക്കി നാശകോശമാക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആനന്ദത്തോടെ തിരിച്ചു പുറത്തേക്ക് പോവാണ്. നിന്ദനങ്ങളെ നിധികളായിട്ട് കണക്കാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, ചിലപ്പോഴൊക്കെ നമ്മൾ കോളേജിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളടക്കം നീ ഇങ്ങനെ പ്രാർത്ഥന പള്ളിയാക്കിയിട്ട് നടത്തിട്ട് എന്ത് കാര്യം? നിന്ന വിശുദ്ധ മത്തായിയുടെ ശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 തിരുവചനങ്ങൾ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതിഫലം ഉണ്ടെങ്കിൽ നിന്ദനങ്ങളെല്ലാം ഒരു നിധിയായിട്ട് തോന്നും. ആര് നമ്മളെ നിന്ദിച്ചാലും നമുക്കതിനകത്ത് വിഷയമില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ സഹോദരങ്ങളെ, 5-ാമത്തെ ഒരു പ്രത്യേകത. 5-ാമത്തെ പ്രത്യേകത എന്നറിയോ? ലോക നേതാക്കളെ ഭയപ്പെടില്ല. ഒരു ലക്ഷണമാണ്. ലോക നേതാക്കളെ ഭയപ്പെടില്ല. ഹെബ്രായ ലേഖനം 11:27 മോശയെക്കുറിച്ച് വീണ്ടും രേഖപ്പെടുത്തുകയാണ്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. ഹല്ലേലൂയാ. Hallelujah. വരവരായികളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ നിൽക്കുക, പേടിച്ച് നിൽക്കുകയല്ല. രാജകോപം ഭയപ്പെട്ടില്ല. എന്താ സംഭവിക്കാൻ നോക്കിയില്ല. ഹെബ്രായ ലേഖനം 11:29 ഇതേപോലെ ഒരു വചനമുണ്ട്. വിശ്വാസം മൂലം മോശെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. എന്നാൽ കുട്ടി സ്വന്തനാണെന്ന് അവർ കണ്ടു. രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. ഹല്ലേലൂയാ. Hallelujah. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജകൽപ്പനയെ ഭയപ്പെട്ടിരുന്നെങ്കിൽ സഭയിൽ രക്തസാക്ഷികൾ ഉണ്ടാകുമായിരുന്നില്ല. സ്വർഗത്തെക്കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഈ സഭയിൽ ഇതേപോലെ ആദിമ സഭയിൽ നിഷ്കരണം ഓരോരുത്തരെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോ അവർ ഓശാന പാടിയും ഹല്ലേലൂയ പാടി നിന്ന്. എന്തുകൊണ്ടാ? സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടാ. സ്നാപക യോഹന്നാന് ചിന്തയുണ്ട്. ഹെരോദേസിനെ ഭയപ്പെട്ടില്ല. ഹല്ലേലൂയ. Hallelujah. 6-ാമത്തെ പ്രത്യേകതയാണ് ഈശോയെ കണ്ട് സഹിച്ചുകൊണ്ടിരിക്കും. ഹെബ്രായ ലേഖനം 11:27 വചനമുണ്ട്. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്നതുപോലെ അവൻ സഹിച്ചു നിന്നു. മോശയെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രം ഒരു സഹനമാണ് മോശയുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. സഹിക്കാൻ താല്പര്യമില്ല, കഷ്ടപ്പെടാൻ താല്പര്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും വചനം ലംഘിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ പിന്നെ അതിനെ കീഴ്വഴങ്ങി നിൽക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. കണ്ട അപമാനം നിന്ദനം വന്ന തീർന്നു ജീവിതം. എന്നാൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയുള്ള മനുഷ്യൻ നേരെ ഓപ്പോസിറ്റാണ്. സ്വർഗത്തെക്കുറിച്ച് പ്രതിഫലമുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ ശേഷം 9-ാമത്തെ അധ്യായത്തിന് 1-2 തിരുവചനങ്ങൾ.
അവൻ 12 പേരെ അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗികളെ സുഖപ്പെട്ട് താനും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അധികാരം സ്വീകരിച്ച് അപ്പസ്തോലന്മാർ ശുശ്രൂഷ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാത്താൻ സ്വർഗത്തിൽ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നും അപ്പസ്തോലിക സഭയിൽ അപ്പസ്തോല അധികാരമുള്ള സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കും. രോഗികൾ സുഖപ്പെട്ടു കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, തിരുസഭയ്ക്ക് അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഓ കർത്താവേ, അർപ്പിക്കാൻ വന്ന വിശുദ്ധർമാൻ അനന്ത യോഗ്യതയാൽ ഈശോയുടെ നാമത്തിന് ശക്തിയാൽ ഓ കർത്താവേ, ഇപ്പോൾ കൈകൾ ഉയർത്തി ശങ്കപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസന്മാരെ ശല്യം ചെയ്യുന്ന ഈ ലോകത്തിന്റെ മോഹങ്ങൾ, പൈശാചിക പീഡകൾ, പാപ സ്വഭാവങ്ങൾ, പഴക്കദോഷങ്ങൾ, മദ്യപാനത്തിന്റെയും ജഡികാസക്തിയുടെയും സുഖലോലപതയുടെയും ദ്രവ്യാഗ്രഹത്തിന്റെയും എല്ലാ അന്ധകാര സ്വാധീനങ്ങൾ, സ്വർഗത്തെ കുറിച്ച് ചിന്തയില്ലാത്ത ഭൗതിക വ്യഗ്രത, ജീവിത വ്യഗ്രത, ദുർദർശങ്ങൾ, രോഗപീഠങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇവരിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നി നിബന്ധിക്കട്ടെ. പാപത്തിന്റെ ലോകത്തിന്റെ ആധിപത്യ ശക്തികളെ, പാപത്തിന്റെ ലോകത്തിന്റെ ആധിപത്യ ശക്തികളെ യേശുവിൻ നാമത്തിൽ വിട്ടുപോകാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാൻ ശത്രുവിൻ കോട്ടകൾ ഉയരട്ട യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്തെടുത്തുവിൻ യേശുവിൻ നാമത്തിനാൽ, യേശുവിൻ നാമത്തിനാൽ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ